everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള 9ാമത്തെ ചാപ്റ്ററായ പാർട്സ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 ഫിസിക്കൽ സയൻസ് സെറ്റ് അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് തെർമൽ എക്സ്പാൻഷൻ ഇൻ ലിക്വിഡ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസസിലെ തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഒരു സിറിഞ്ച് ബോട്ടിൽ എടുക്കുക. ഈ സിറിഞ്ച് ബോട്ടിലേക്ക് ഒരു പൈപ്പ് കണക്ട് ചെയ്യുക. നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യുന്നു. ഒരു ബീക്കറിൽ, വെള്ളമുള്ള ബീക്കറിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുന്നു, ഇട്ട് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ ബോട്ടിലിനെയോ ഒരു ബീക്കറിലേക്ക് ഇട്ട് വെച്ച്, അപ്പോൾ ഈ ബീക്കറിൽ നമ്മൾ ചൂടുവെള്ളമാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ വാട്ടറിൽ ബബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ബബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെ, ഇവിടെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നമ്മുടെ ബോട്ടിൽ വെച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ പൈപ്പ് വഴി വരാൻ തുടങ്ങി. അത് വെള്ളത്തിലെത്തുമ്പോൾ, ഗ്യാസ് എത്തുമ്പോൾ ബബിൾസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ നമുക്ക് പറയാം ഗ്യാസസും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഇതിൽ ഈ ചൂടുവെള്ളം റിമൂവ് ചെയ്തെന്ന് വിചാരിക്കുക. അന്നേരം നമുക്ക് ഈ ബബിൾസ് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ഗ്യാസസ് കോൺട്രാക്ട് ഓൺ കൂളിംഗ്. കൂളി ചെയ്യുന്ന സമയത്ത് ഗ്യാസസ് കോൺട്രാക്ഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ബബിൾസ് കാണാൻ വേണ്ടി പറ്റാത്തത്. ഇനി നമുക്ക് തെർമൽ എക്സ്പാൻഷൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. അതായത് നമ്മൾ വീടുകളിലെ റൂമിൽ എയർ ഹോൾസ് വെക്കാറുണ്ട്. അത് തെർമൽ എക്സ്പാൻഷൻ കാരണമാണ് നമ്മൾ എയർ ഹോൾ വെക്കുന്നത്. അതേപോലെ തന്നെ ലോങ് ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ബ്രിഡ്ജിൻ്റെ ഇടയിൽ ഗ്യാപ്പ്, ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും നമ്മൾ തെർമൽ എക്സ്പാൻഷൻ കാരണമാണ് ഇങ്ങനെ ഗ്യാപ്സ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്ത്? ലിക്വിഡ്സ്, സോളിഡ്, ഗ്യാസ്, ഇത് മൂന്നും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറയാം. അതേ സമയത്ത് കൂൾ ചെയ്യുമ്പോൾ കോൺട്രാക്റ്റും സംഭവിക്കും. അപ്പോൾ ഇത്രയാണ് തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് സീ ബ്രീസ് എന്നും എന്താണ് ലാൻഡ് ബ്രീസ് എന്നും നോക്കാം. നമുക്കറിയാം സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ഒരേപോലെയാണ് ലാൻഡിലേക്കും സീയിലേക്കും എത്തുന്നത്. പക്ഷേങ്കിൽ ലാൻഡും സീയും ചൂടാകുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡേ ടൈമിൽ സീ ബ്രീസ് എന്ന് പറയുമ്പോൾ ഡേ ടൈമിൽ ലാൻഡ് എന്ത് ചെയ്യും? ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാവും. ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ്. ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാവാൻ വേണ്ടി തുടങ്ങും. പക്ഷേങ്കിൽ സീ മെല്ലെ മാത്രമേ ചൂടാവുള്ളൂ. സീ ഗെറ്റ്സ് ഹീറ്റഡ് സ്ലോലി. സ്ലോ ആയിട്ട് മാത്രമേ സീ ചൂടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ
ലാൻഡ് ഫസ്റ്റ് ചൂടാവുമ്പോൾ ആ ലാൻഡിൻ്റെ മേലെയുള്ള എയർ ചൂടായിട്ട് മേലോട്ടേക്ക് പൊന്താൻ വേണ്ടി തുടങ്ങും. അങ്ങനെ റൈസ് ചെയ്യുന്ന സമയത്ത് സീയിലുള്ള ലെസ് ഹീറ്റായിട്ടുള്ള എയർ എവിടത്തേക്ക് വരും? ലാൻഡിലേക്ക് വരും. പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാൻഡ് ഫസ്റ്റ് ചൂടാവുമല്ലോ. അപ്പോൾ ചൂടാകുമ്പോൾ ഈ ലാൻഡിലുള്ള എയർ മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോകും. റൈസസ് അപ്പ്, മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ സീയിലുള്ള ലെസ് ഹീറ്റഡ് ആയിട്ടുള്ള എയർ ഈ മേലോട്ടേക്ക് പോയ എയറിൻ്റെ ആ ഒരു സ്പേസില്ലേ അവിടത്തേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എയർ സീയിൽ നിന്നും ലാൻഡിലേക്ക് വരുന്നു. ഇതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാകുന്നത് കൊണ്ട് അവിടെയുള്ള ലാൻഡിലുള്ള എയർ റൈസസ് അപ്പ്, മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോന്ന്. അപ്പോൾ ആ സമയത്ത് സീയിലുള്ള എയർ ഫ്രം സീ എന്തു ചെയ്യുന്നു? റഷസ് ടു ലാൻഡ്, ലാൻഡിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാൻഡ് ബ്രീസ് എന്താണെന്ന് നോക്കാം. ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ സീ ബ്രീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അതായത് രാത്രി സമയങ്ങളിൽ ഡ്യൂറിങ് നൈറ്റിൽ ലാൻഡ് എന്ത് ചെയ്യുന്നു? ലാൻഡ് കൂൾ ഫാസ്റ്റ്, പെട്ടെന്ന് തന്നെ ലാൻഡ് പെട്ടെന്ന് തന്നെ തണുക്കും. പക്ഷേങ്കിൽ സീ കൂൾ സ്ലോലി, സീ മെല്ലെ മാത്രമേ തണുക്കുകയുള്ളൂ. അപ്പോൾ എവിടെയായിരിക്കും ഹീറ്റ് കൂടുതൽ? ലാൻഡിലാണോ സീയിലാണോ? അതെ, സീയിലായിരിക്കും ഹീറ്റ് കൂടുതൽ. അപ്പോൾ അവിടെയുള്ള എയർ എന്ത് ചെയ്യും? എയർ റൈസസ് അപ്പ്, മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോകും. ആ സമയത്ത് ലാൻഡിൽ നിന്നുള്ള എയർ ഈ ഒരു സ്ഥലത്തേക്ക് വരും, സീയിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീ ബ്രീസ് എന്ന് പറയുന്നത് സീയിൽ നിന്ന് ലാൻഡിലേക്ക് വരുന്ന ബ്രീസ്, കാറ്റിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ലാൻഡിൽ നിന്നും സീയിലേക്ക് മൂവ് ചെയ്യുന്ന ബ്രീസാണ് ലാൻഡ് ബ്രീസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലോബ്, എർത്തിലുള്ള വിൻഡിൻ്റെ ഡയറക്ഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നേരിട്ട് ലഭിക്കുന്ന സ്ഥലമാണ് ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ഈ ഒരു റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഈ ഒരു റീജിയനിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോകും. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള ഹോട്ട് എയർ റൈസസ് അപ്പ്, മേലോട്ടേക്ക് റൈസ് ചെയ്ത് പോകും. അങ്ങനെ റൈസ് ചെയ്ത് പോയാൽ ടെമ്പറേറ്റ് സോണിൽ നിന്നുള്ള എയർ ഈ ഒരു പൊസിഷനിൽ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. അപ്പം നമുക്കറിയാം ഇവിടെ ലെസ് ഹീറ്റാണ്, ടെമ്പറേറ്റ് സോണിൽ ലെസ് ഹീറ്റ് ഉള്ള സ്ഥലമാണ്. ലെസ് ഹീറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയാണ് നമ്മുടെ എർത്തിൽ എന്ത് സംഭവിക്കുന്നത്? വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് ഇങ്ങനെയാണ് വിൻഡ് വരുന്നത്. നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നുള്ള വിൻഡ് ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് എത്തുന്നത്. നമുക്ക് മൺസൂൺ റെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ ഈ ഒരു സീസണിൽ നമ്മുടെ ഇന്ത്യക്ക് വെർട്ടിക്കലായിട്ടാണ് സൺറൈസ് ഫോൾ ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ്റെ ആ ഒരു സൈഡിലുള്ള സൺറൈസ് വെർട്ടിക്കലായി കൊള്ളുന്ന ആ ഒരു പ്ലേസിലുള്ള എയർ എന്ത് സംഭവിക്കും? എയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും.
അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള വാട്ടർ വെപ്പറോട് കൂടിയിട്ടുള്ള എയർ എവിടത്തേക്ക് ബ്ലോ ചെയ്യാൻ തുടങ്ങും? ഇന്ത്യയിലേക്ക് ബ്ലോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, കാറ്റടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് മൺസൂൺ റെയിൻ കിട്ടുന്നത്. അപ്പോൾ മൺസൂൺ റെയിൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ്, വി എക്സ്പീരിയൻസ് heat when we stand near a lightened firewood oven because of. അതായത് നമ്മൾ ഒരു തീ കത്തുന്ന അടുപ്പിൻ്റെ അരിയത്ത് പോയി നിന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുമോ? ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഡിസംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷനിൽ. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഫയർവുഡ് ഓവൻ്റെ അരിയത്ത് നിൽക്കുകയാണെങ്കിൽ ഇത് ഫയർവുഡ് ഓവനാണ്. ഇവിടെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഇവിടെ എന്തില്ല? ഒരു മീഡിയം ഇല്ല, നോ മീഡിയമാണ്. അപ്പോൾ അങ്ങനെ മീഡിയം ഇല്ലെങ്കിൽ അവിടെ എന്ത് തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് നടക്കുക? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റേഡിയേഷനാണ് നടക്കുന്നത്. കണ്ടക്ഷനും കൺവെക്ഷനും എന്ത് വേണം? മീഡിയം ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി, റേഡിയേഷൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കേട്ട ഡിസംബർ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് സീ ബ്രീസ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, സീ ബ്രീസിനെ കുറിച്ചിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് സീയിൽ നിന്നും ലാൻഡിലേക്ക് വരുന്ന കാറ്റിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സീയിൽ നിന്നും ലാൻഡിലേക്കാണ് ഇവിടെ എയർ പോകുന്നത്. ഇവിടെ ആരായിരുന്നു ഏറ്റവും പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുക? സീ ആണോ ലാൻഡാണോ? അതെ, ലാൻഡാണ്. ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ ലാൻഡ് ഹീറ്റ് ആവും. പക്ഷേങ്കിൽ സീ ഹീറ്റ് ചെയ്യുന്നത് സ്ലോ ആയിട്ടാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് സീ ബ്രീസിനെ കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ എബിലിറ്റി ടു അബ്സോർബ് ഹീറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ലാൻഡ് ആൻഡ് സീ. അപ്പോൾ ലാൻഡും സീയും ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഡിഫറെൻ്റ് ആണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ശരിയല്ലേ? അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് ഹീറ്റഡ് ആവും, ഒന്ന് പെട്ടെന്നൊന്നും ഹീറ്റഡ് ആവില്ല. അപ്പോൾ ഇത് എബിലിറ്റി ടു അബ്സോർബ്, ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഡ്യൂറിങ് ഡേ ടൈം ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ്. അപ്പോൾ നമുക്കറിയാം സീ ബ്രീസ് എപ്പോഴാണ് നടക്കാറുള്ളത്? അതെ, സീ ബ്രീസ് ഡേ ടൈമിലാണ് ഉണ്ടാവുക. അപ്പോൾ ഡേ ടൈമിൽ എന്ത് ചെയ്യുന്നു? ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആണോ? ഡേ ടൈമിൽ ലാൻഡിലെ ഫസ്റ്റ് ഹീറ്റഡ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കറക്റ്റാണ്. തേർഡ് വൺ നോക്കിയേ, ഡ്യൂറിങ് ഡേ ടൈം സീ വാട്ടർ ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ബി കറക്റ്റാണ് നമുക്കറിയാമെങ്കിൽ സി എന്തായാലും തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഡേ ടൈമിൽ സീ വാട്ടർ ഫാസ്റ്റായിട്ട് ഹീറ്റ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡേ ടൈമിൽ സീ സ്ലോ ആയിട്ട് മാത്രമേ ഹീറ്റഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് അറിയാം. ദ ഫ്ലോ ഓഫ് എയർ ഫ്രം സീ ടു ലാൻഡ് ഈസ് കോൾഡ് സീ ബ്രീസ്. കറക്റ്റ് അല്ലേ? സീയിൽ നിന്നും ലാൻഡിലേക്ക് ബ്ലോ ചെയ്യുന്ന എയറിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി ആണ്.
അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന്. ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും.